ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മമ്മ കൂൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിൽ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ള വീഡിയോ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടും ചെയ്താലേ ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡാണ് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനുള്ളത്. ഒന്ന് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡും ഒന്ന് നമ്മുടെ മോഡേൺ മെത്തേഡും. അതായത് ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മോഡേൺ മെത്തേഡിലാണെങ്കിൽ മോഡേൺ സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്, അതായത് ഇലക്ട്രിക് സ്റ്റെറിലൈസേഴ്സ്, അത് വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫുൾ ടൈം ഫോർമുല ഫീഡാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ചെറിയ പ്രായം മുതലേ കുട്ടികൾക്ക് ഫോർമുല ഫീഡാണ് ചെയ്തു വരുന്നതെങ്കിൽ മാത്രം നമുക്കൊരു മോഡേൺ സ്റ്റെറിലൈസറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, എല്ലാ ദിവസവും സ്റ്റെറിലൈസ് ചെയ്യണോ, അതുപോലെ തന്നെ എല്ലാ ഫീഡ് കഴിയുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ 3 മാസത്തിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ ഫീഡിലും ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനാണ്. പിന്നെ 3 മാസത്തിന് മീതെയുള്ള കുട്ടികളാണെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് നമുക്കൊരു 1 വയസ്സ് വരെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടി വരുമ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ അസുഖം വരാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിലും എപ്പോഴും ബോട്ടിൽ നന്നായിട്ട് ഒരു ഡിഷ് സോപ്പും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ബ്രഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിലിൽ പാൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് ഡിഷ് സോപ്പും അതുപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകുമ്പോൾ നിപ്പിളൊക്കെ നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മൾ ഓരോ മാസത്തിലും നമ്മൾ ചേഞ്ച് ചെയ്യാനും ശ്രദ്ധിക്കണം. കാരണം ബോട്ടിലിൻ്റെ നിപ്പിൾ നമ്മൾ കറക്റ്റായിട്ട് ഹൈജീനായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് വേഗം അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നിപ്പിൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലും മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും. അത് കുട്ടികൾക്ക് അത്ര നല്ലതല്ല. ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളവും ഡിഷ് സോപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോട്ടിൽ ക്ലെൻസേഴ്സ് കിട്ടും, അതായത് കുട്ടികളുടെ ഫീഡിങ് ബോട്ടിലൊക്കെ വാഷ് ചെയ്യുന്ന ക്ലെൻസേഴ്സ് കിട്ടും, അതോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കുട്ടികളുടെ ബോട്ടിലും അതുപോലെ സാധനങ്ങളും ഒന്നും സിങ്കിൽ നേരിട്ട് വെക്കരുത്, എന്തെങ്കിലും ഒരു പാത്രത്തിനകത്താക്കി വെക്കാവുള്ളൂ. അതുപോലെ നമ്മൾ അശ്രദ്ധമായിട്ട് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോമുല മിക്സ് ചെയ്യണ സമയത്താണെങ്കിലും ഇത് നേരിട്ട് ടേബിളിലൊന്നും വയ്ക്കരുത്. ഒരു നല്ല ടവൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ബോട്ടിൽ ബ്രഷ് വേറെ ഒരു കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യരുത്. അതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വാം വാട്ടറിലാണ് വാഷ് ചെയ്യണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതുപോലെ നമ്മൾ ബോട്ടിലിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഉരച്ച് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവിടെയൊക്കെ ആകുമ്പോൾ പാല് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോമുല മിൽക്ക് എടുക്കുന്ന കുട്ടികളുടെ മിക്കപ്പോഴും നാക്കിൽ ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇങ്ങനെ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലാണ് അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു അസുഖവും വരാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് ബോട്ടിൽ ഇപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. 5 മിനിറ്റ് ബോയിൽ ചെയ്യിച്ചാൽ മതി. ഒരുപാട് നേരം ചെയ്യിക്കണമെന്നില്ല. ഒരുപാട് നേരം ചെയ്താൽ നന്നായിട്ട് സ്റ്റെറിലൈസ് ആവുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്കും ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരുപാട് കെമിക്കൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ജേംസൊക്കെ നശിച്ചു പോകുന്നതായിരിക്കും. അതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ടവലിലോ അല്ലെങ്കിൽ ഒരു ഡ്രൈയിങ് റാക്കിലോ വെച്ച് നമ്മൾ ഇത് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഉണക്കിയെടുത്തിട്ട് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാവുള്ളൂ. ഇപ്പം ഞാൻ ഒരു ബോട്ടിലാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫോമുല ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അറ്റ് എ ടൈം കുറേ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ബോട്ടിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ടവലും അതുപോലെ തന്നെ ഈ ബോട്ടിൽ റാക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ റാക്കും ഓരോ പ്രാവശ്യവും നമ്മൾ ഈ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ടവലൊക്കെ ഓരോ പ്രാവശ്യം കഴിയുന്നതോറും നന്നായിട്ട് വാഷ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കണം. അതുപോലെ ഡ്രൈയിങ് റാക്കും ഇതുപോലെ നമ്മൾ ഡ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ട് ഡിഷ് സോപ്പ് ഇട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ട് വേണം ബോട്ടിൽ അതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യണ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.